ഹായ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് മലപ്പുറം ജില്ലയിൽ ഒരു ഫാം ഹൗസിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊന്നും സ്കൂളില്ല. അപ്പോൾ എന്തായാലും വൈകിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വൈകിട്ട് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ നമുക്കൊന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ ഒരു അടിപൊളി ഫാം ഹൗസാണ് കേട്ടോ. നമ്മൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും വല്ല ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഇടമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് വിശ്രമിക്കാനും നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനെല്ലാം സൗകര്യമുണ്ട്. ഇനി അവിടെ സ്റ്റേ ചെയ്യാൻ വില്ലകളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വില്ലകളുണ്ട്. 500 രൂപ മുതലാണ് വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 500, 5000, 10000 അങ്ങനെ പല വിലയിലുള്ള വില്ലകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രി പാസ് എടുത്തിട്ട്, എൻട്രി പാസ് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊന്നും എടുത്തിട്ടില്ല, മുതിർന്നവർക്ക് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻട്രി പാസ് 100 രൂപ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് കുതിര സവാരി, പിന്നെ ചിൽഡ്രൻസ് പാർക്ക്, അതൊക്കെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആണ്. കുതിര സവാരിയൊക്കെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറാട്ടോ. ഞങ്ങൾ കയറിയില്ല, ഹസ്ബൻഡും കുട്ടികളും അവരെല്ലാവരും കയറിയിട്ടോ. എൻ്റെ കയ്യിൽ കുഞ്ഞു മോനുള്ളതുകൊണ്ട് തന്നെ ആദ്യമേ കുറച്ച് പേടിയാണ് അങ്ങനെ കയറാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരിതാ കുതിര സവാരിയൊക്കെ ഇങ്ങനെ നടത്തിയിട്ട് അതിൻ്റെ ഇടയിൽ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു എൻട്രിയിലൂടെയാണ് കേട്ടോ ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് എക്സിറ്റ് വേറെ റൂട്ടിലൂടെയാണ്. അപ്പോൾ ഇതാ നമ്മളവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് വാളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഒരു കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു പോസ് ഉണ്ട്. അവിടെ മലയിൽ ഫാം എന്ന് തന്നെ ബോർഡൊക്കെ കൊടുത്തിട്ടുള്ള കേട്ടോ. അവിടെ വെച്ച് ഫോട്ടോസ് എടുത്തു. ആദ്യം ഇതവിടെ ഇങ്ങനെ നടക്കാൻ, അവിടെ പുല്ലിൻ്റെ ഇതുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇറങ്ങി നടക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. വളാഞ്ചേരിക്കടുത്തായിട്ട് പാങ്ങ്, ചേണ്ടി, പൂക്കോട്ട് എന്ന സ്ഥലത്താണ് ഈ ഒരു മലയിൽ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ റൈഡുകളും ഫ്രീ ആണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ആകർഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം മറ്റുള്ള പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഓരോന്നിലും നമുക്ക് ക്യാഷൊക്കെ കൊടുക്കേണ്ടി വരും. ഇവിടെ അതൊന്നും വരുന്നില്ല. ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ശരിക്കും അടിച്ചു പൊളിക്കാം. നമ്മൾ എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ ചിൽഡ്രൻസ് പാർക്കിലേക്ക് നമ്മൾ കയറുന്നത്. ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു ഇങ്ങനെ ഒരു ആർച്ച് പോലെയായിട്ട് നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, മലയിൽ ഫാം ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഒരുപാട് സ്ഥലങ്ങളിൽ ബോർഡുകളുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഓരോരോ ക്യാപ്ഷൻസൊക്കെ കൊടുത്തിട്ട് അവിടെയൊക്കെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. മോളൊക്കെ ഇവിടെ മോളും അവളെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അവളല്ല നമ്മളെ എടുത്തില്ല, അവളെ കൂടെ തന്നെ നല്ല അടിച്ച് വിളിച്ച് നടക്കുകയാണ് കേട്ടോ. ഞാൻ ബാക്കിൽ മിനിറ്റ് വരുന്നതുകൊണ്ട് ഞാൻ അവരെ വീഡിയോസാട്ടോ എടുത്തത്. നമ്മളെ വീഡിയോസ് എടുത്ത് തരാൻ ആരുമില്ലല്ലോ. അപ്പം ഞാൻ അവരെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. നിങ്ങൾക്ക് സ്ഥലം കാണുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് കേട്ടോ. കുട്ടികളുടെ അടിപൊളി ടോയ്സും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ അതിലൊക്കെ കയറ്റി കുറേ സമയം കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യട്ടോ. നമ്മൾ കൂടുതലായിട്ടും പാർക്കിൽ പോകുന്നത് നമ്മുടെ പിള്ളേർക്ക് അടിച്ചു പൊളിക്കുക അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ശരിക്കും അമേസിങ് ആണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും അവരുടെ ഹോളിഡേ അടിച്ചു പൊളിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ ഇതാ മുഹമ്മദിനൊക്കെ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരെന്നെ ആ ഭാഗത്തേക്ക് വിട്ടാൽ അവരെന്നെ കളിച്ചോളും. നമ്മൾ മുഹമ്മദൊക്കെ കുറച്ച് ചെറുതായതുകൊണ്ട് നമ്മൾ അവരെ പിന്നാലെ ഒരു റൈഡിലും കയറ്റുകയാണ് കേട്ടോ. അതിലൊക്കെ മുഹമ്മദിനൊക്കെ നല്ല സന്തോഷമായിരിക്കണം കേട്ടോ. ആദമിന് ഇങ്ങനെയുള്ളതിലൊക്കെ കയറ്റാൻ നമുക്ക് പേടിയാണ് കേട്ടോ. കാരണം ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതാണല്ലോ. അവർ എന്തിലെങ്കിലും കുടുങ്ങും, അവർ പെട്ടെന്ന് അതിൽ നിന്ന് ചാടും, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവനിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അവിടെ ആ പുല്ലിൽ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവനങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എടുക്കാൻ നമ്മളെ സമ്മതിക്കുന്നേ ഇല്ല. എടുക്കുമ്പോൾ പിന്നെ ഇറങ്ങിയിട്ട് ആ പുല്ലിൽ അങ്ങനെ നടക്കുകയാണ് ആളെ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് പഴംപൊരിയും ചായയും അങ്ങനെ ബിസ്ക്കറ്റൊക്കെ ആയിട്ട് അതിനൊക്കെ അവിടെ ഷോപ്പുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒരു വൈകിട്ട് ഒരു 6 മണിക്കൊക്കെ ആയപ്പോഴേക്കും, ഒരു 6 മണിക്ക് ശേഷമാണ് കേട്ടോ നല്ല മഴ പെയ്തു. അപ്പം നമ്മളവിടെ ജസ്റ്റ് വിശ്രമിക്കും ചെയ്യാച്ചിട്ട് അവിടെ കയറി നിന്നു കേട്ടോ. ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. മലപ്പുറം ജില്ലയിൽ ഇങ്ങനൊരു ഫാം ഹൗസ് ഉള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ പോകുന്നത്. ഞങ്ങളിങ്ങനെ ഒരു ഫാം ഹൗസിനെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടു, അങ്ങനെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ
മുഹമ്മദിന് അവൻ്റെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അവന് നമ്മളെ ശല്യം ചെയ്യാനേ വരുന്നില്ല. അവൻ്റെ കൂടെ കുഞ്ഞു റൈഡുകളിലൊക്കെ ഇങ്ങനെ കയറുകയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. അവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള നമ്പറാണിത്. ഈ ഒരു സ്റ്റേജിൻ്റെ മുകളിലായിട്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ പോകുന്ന സമയമായപ്പോഴേക്കും 6 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ. അവിടെയൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുന്നുപോലെ ഇങ്ങനെ കയറണം. അപ്പോൾ ഞാൻ കുട്ടീനെ വെച്ചിട്ട് പോകേണ്ടി വിചാരിച്ചിട്ട് ഞങ്ങൾ ആരും പോയിട്ടുണ്ടായിരുന്നില്ല. മഴയും പെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് സ്ഥലത്തവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു കേട്ടോ. ഇതാ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം ഈ മുകളിലാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അവിടേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. മോളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് പറഞ്ഞു നല്ല അടിപൊളിയാണ്, എല്ലാ വ്യൂവും മൊത്തം മലയിൽ ഫാം ഹൗസ് നമുക്ക് കാണാൻ പറ്റും, വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നല്ല മഴച്ചാറ്റിൽ വന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ പനി വരും എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സൈഡിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ശരിക്കും 9 മണി വരെ ഉണ്ട്. നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളവിടുന്ന് പോകുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അതേപോലെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത്.